വലിയ വലിയ സെയിൽസ് എക്സ്പേർട്സുകൾ കൺവിൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വലിയ സീക്രട്ടാണ് വാല്യൂ മാച്ചിങ് എന്ന് പറയുന്നത്. ഞാൻ വർഗീസ് തരകൻ. പുതിയ സബ്ജക്റ്റിലേക്ക് സ്വാഗതം. എന്താണ് വാല്യൂ മാച്ചിങ്? ഒരു മനുഷ്യൻ അവന്റെ വാല്യൂ എക്സ്പ്രസ് ചെയ്യുന്നത് അവന്റെ വേർഡ്സിലൂടെയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ കണ്ടതുപോലെ സെയിൽസ് എന്ന് പറയുന്നത് ഒരു വാല്യൂ ട്രാൻസ്ഫർ ആണ്. നമ്മൾ കൃത്യമായി നമ്മുടെ പ്രോഡക്റ്റ് കൊണ്ട് സർവീസ് കൊണ്ട് ഒരു വാല്യൂ കസ്റ്റമറിന് കൺസ്യൂമറിന് ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ വാല്യൂ അവർക്ക് കിട്ടി, അതിനനുസരിച്ചുള്ള ഒരു വാല്യൂ അവർ നമുക്ക് റിട്ടേൺ ആയി ഒരു ഇൻകമായി നമുക്കും തരുന്നു. അങ്ങനത്തെ ഒരു വാല്യൂ ട്രാൻസ്ഫർ ആണ് സെയിൽസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു വാല്യൂ ട്രാൻസ്ഫർ സെയിൽസിൽ നടന്നില്ല എങ്കിൽ, ബിസിനസ്സിൽ നടന്നില്ല എങ്കിൽ ലോങ് റണ്ണിൽ ആ ബിസിനസ് ഓടുകയില്ല എന്നുള്ളതാണ് പരമാർത്ഥമായ സത്യം. ഇവിടെ എന്താണ് വാല്യൂ മാച്ചിങ് എന്ന് പറയുന്നത്? നിങ്ങൾ നല്ല എക്സ്പേർട്ടായ ഒരു സെയിൽസ്മാൻ ആണ് എങ്കിൽ, അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയ ഒരു സെയിൽസ്മാൻ ആണ് എങ്കിൽ, നിങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് അറിഞ്ഞോ അറിയാതെയോ വാല്യൂ മാച്ചിങ് ചിലപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടെ പ്രോസ്പെക്ട്സ് അഥവാ കസ്റ്റമർ അവര് നിങ്ങളുമായി നടക്കുന്ന കമ്മ്യൂണിക്കേഷനിൽ അവര് ചില വാക്കുകൾ റിപ്പീറ്റ് ആയി ഉപയോഗിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന വേർഡ്സിൽ അവർ കൃത്യമായൊരു വാല്യൂ അവർ പ്രതീക്ഷിക്കുകയും അതിനനുസരിച്ചുള്ള വാല്യൂ അവര് എക്സ്പെക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അവരോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസറായി ഇവര് ഈ വേർഡ്സ് പലതവണ റിപ്പീറ്റ് ചെയ്യും. ഈ റിപ്പീറ്റ് ചെയ്യുന്ന വേർഡ്സ് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കി അതേ വേർഡ്സ് തന്നെ തിരിച്ച് അവരോട് പറയുകയും അതിന് പര്യാപ്തമായ ഒരു വാല്യൂ അവർക്ക് കിട്ടുന്നു എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്താൽ നടക്കുന്ന ഏറ്റവും വലിയ ഒരു അത്ഭുതം എന്ന് പറയുന്നത് നിങ്ങൾ പോലും അറിയാതെ കസ്റ്റമർ നിങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങിക്കും എന്നുള്ളതാണ്. കാരണം അവരുടെ വാല്യൂ കാണുന്നത് അവർ റിപ്പീറ്റായി ഉപയോഗിക്കുന്ന ഈ വേർഡ്സിലാണ്. ആ വേർഡ്സ് നിങ്ങൾ അറിഞ്ഞോ അറിയാതെ ഉപയോഗിക്കുമ്പോൾ സൈക്കോളജിക്കലി രണ്ട് മൈൻഡുകൾ തമ്മിലുള്ള ഒരു റിതം സെറ്റ് ചെയ്യുകയും അതിനനുസരിച്ച് ഒരു ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് ചിലപ്പോൾ നമ്മൾ പോലും അറിയാതെ, കസ്റ്റമർ പോലും അറിയാതെ ചില സെയിൽസ് നടക്കുന്നത്. ഇത് കൺവിൻസിങ്ങിന്റെ ഒരു വലിയ ഇമ്പോർട്ടൻസ് ആണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ കയ്യിലൊരു ബുക്കോ പേപ്പറോ എടുത്തിട്ട് കൃത്യമായി ഒന്ന് റൈറ്റ് ഡൗൺ ചെയ്യുക. നിങ്ങളുടെ കസ്റ്റമർ, നിങ്ങളുടെ പ്രോസ്പെക്ട്സ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്ന, നിങ്ങളുടെ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്ന വേർഡ്സ് ഏതൊക്കെയാണ് എന്ന് എഴുതുക. ഏറ്റവും മിനിമം 5 വേർഡ്സ് എങ്കിലും നിങ്ങൾ എഴുതിയാൽ ഈ 5 വേർഡ്സ് കൃത്യമായി നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾ റിപ്പീറ്റായി ഉപയോഗിക്കുമെങ്കിൽ അവിടെ ഒരു സൈക്കോളജിക്കൽ പാത്ത് കസ്റ്റമറുമായി തുറക്കുകയും നിങ്ങൾ കൃത്യമായി അവരെ കൺവിൻസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. പ്രസംഗ വേദികളിലൊക്കെ നമ്മളിത് കാണാറുണ്ട്. അതായത് വളരെ ഫേമസ് ആയ പ്രാസംഗികൻ, അത്ര ഫേമസ് അല്ലാത്ത മറ്റൊരു പ്രാസംഗികൻ. അപ്പം ഫേമസ് അല്ലാത്ത പ്രാസംഗികൻ ഫേമസ് ആയ ആളിൻ്റെ ചില വേർഡ്സ് കടകൊള്ളും. സാറ് ഈ പറഞ്ഞതുപോലെ, സാറിൻ്റെ ഈ സ്പീച്ചിൽ ഈ പറഞ്ഞ വാക്കുകൾ എന്ന് പറഞ്ഞ് അദ്ദേഹം പറയുന്ന വേർഡ്സുകൾ ഈ ഫേമസ് അല്ലാത്ത ആള് റിപ്പീറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോഴെന്താണ്, രണ്ട് പ്രാസംഗികരും തമ്മിൽ ഒരു മൈൻഡ് തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുകയും അവർ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുകയും ചെയ്യുമെന്നുള്ളതാണ്. ഇവിടെയാണ് കൃത്യമായി വാല്യൂ മാച്ചിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രയോജനകരമായ ഒരു വീഡിയോ ആണിത്. നിങ്ങൾ ഒരാളെ കൺവിൻസ് ചെയ്യുമ്പോൾ, നിങ്ങൾ ഒരാളോട് സെയിൽസ് ചെയ്യുമ്പോൾ അവർ റിപ്പീറ്റായി ഉപയോഗിക്കുന്ന വാല്യൂ ചേർന്ന വേർഡ്സ് നിങ്ങൾ റിപ്പീറ്റായി അവരോട് തിരിച്ച് ആൻസർ കൊടുക്കുകയും അതിന് പര്യാപ്തമായ വാല്യൂ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുവാണെങ്കിൽ കൃത്യമായി അവർ കൺവിൻസ് ആവുകയും ആ സെയിൽസ് 100% ക്ലോസ് ആവുകയും ചെയ്യുമെന്നുള്ളതാണ്. നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ കാണുന്നുവെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.